ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും പ്രഭാതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം. അവൻ്റെ അമ്മ ശുശ്രൂഷക്കാരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. കാനാവിലെ കല്യാണ വീടാണ്. അവിടെ യേശുവിൻ്റെ അമ്മ ദൈവമാതാവ് ആ വീട്ടുകാരോടും അവിടുത്തെ ശുശ്രൂഷക്കാരോടും പറയുകയാണ്, വേലക്കാരോടും പറയുകയാണ്, അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യണം. യേശു തമ്പുരാൻ പറയുന്ന പോലെ ചെയ്യണമെന്ന് ആ യേശുവിൻ്റെ അമ്മ ആ കാനാവിലെ ആ കല്യാണ വിരുന്നിലെ വേലക്കാരോടും വീട്ടുകാരോടും പറയുക. നമുക്കറിയാം, ഒരു വിവാഹ വീട്ടിലെ ആ ടെൻഷൻ നമുക്കറിയാം, പ്രത്യേകിച്ച് ആ വീട്ടുകാരുടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ സ്വന്തം വീടുകളിൽ വിവാഹം നടക്കുന്നത് നമ്മുടെ ആയുഷ്കാലത്ത് 1-2 പ്രാവശ്യം മാത്രമായിരിക്കും. നമ്മുടെ വിവാഹം, അതിൻ്റെ ടെൻഷൻ നമ്മുടെ മാതാപിതാക്കൾക്കായിരുന്നു. എന്നാൽ നമ്മുടെ മക്കളുടെ, സ്വന്തം മക്കളുടെ ആ വിവാഹം, അത് നമ്മുടെ ടെൻഷനാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ കാലത്ത് അവിടെ മിക്കവാറും വീടുകളിൽ 2 മക്കളെ കാണും, ചിലയിടത്തൊക്കെ ഒരു മോനോ അല്ലെങ്കിൽ മോളെ കാണും. അപ്പോൾ ഇവരുടെ വിവാഹമേ നമ്മുടെ ആയുഷ്കാലം, നമ്മുടെ ജീവിതകാലത്ത് നമ്മുടെ വീടുകളിൽ നടക്കാറുള്ളൂ. അപ്പോൾ ഇവരുടെ വിവാഹമൊക്കെ നിശ്ചയിച്ചു കഴിഞ്ഞ് അത് നടന്ന് തീരുന്നിടം വരെ, ആ വിവാഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഒന്ന് മംഗളകരമായി തീരുന്നിടം വരെ നമുക്ക് എന്തുമാത്രം ടെൻഷനായിരിക്കും. ഈ മക്കളുടെ വിവാഹമൊക്കെ നിശ്ചയിച്ച് അത് നടക്കാൻ പോകുന്നവരെ, നടന്നു തീരുന്നത് വരെ എന്തെല്ലാം ഊണും ഉറക്കവും നമുക്ക് കാണുകയില്ല. നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ക്രമീകരിക്കാനുണ്ട്. നമ്മൾ എല്ലാവരെയും ക്ഷണിക്കണം, അച്ഛന്മാരെ വിളിക്കണം, അതുപോലെ സ്വർണം എടുക്കണം, അല്ലെങ്കിൽ വസ്ത്രങ്ങൾ എടുക്കണം. അത് കഴിഞ്ഞിട്ട് ആ സദ്യക്കുള്ള വട്ടം കൂട്ടണം, സദ്യക്കാരെ വിളിക്കണം, ഈവൻറ്റ് മാനേജ്മെൻറ്റിനെ വിളിക്കണം, അതുപോലെ വാഹനങ്ങൾ ക്രമീകരിക്കണം, ഓഡിറ്റോറിയം ബുക്ക് ചെയ്യണം. എന്തെല്ലാം പ്രശ്നങ്ങളാണ്, ഇതെല്ലാം ടെൻഷനാണ്. അതാവുന്നിടം വരെ ടെൻഷനാണ്. പ്രത്യേകിച്ച് ഒരു വിവാഹത്തിൻ്റെ ആ ദിവസം എന്ന് പറയുന്നത് ആയിരങ്ങൾ ഒന്നിച്ചു കൂടുന്നതാണ്. ഒരു ദിവസം ആ വിവാഹ ചടങ്ങിന് ആയിരങ്ങൾ ഒന്നിച്ചു കൂടുന്ന ഒരു ദിനമാണ്, പ്രത്യേക ഒരു ദിനമാണ്. അവിടെ വരുന്നവർ ഒരു വീട്ടുകാർ മാത്രമല്ല, ചെറുക്കൻ്റെ വീട്ടുകാരുണ്ട്, പെണ്ണിൻ്റെ വീട്ടുകാരുണ്ട്. അവർ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ജീവിച്ചു വളരുന്നവരാണ്. അവരുടെ സംസ്കാരം തന്നെ ഒരുപക്ഷെ വേറെ ആയിരിക്കും, അവരുടെ ജീവിത രീതി തന്നെ വേറെ ആയിരിക്കും. അതുപോലെ തന്നെ ഈ വിവാഹച്ചടങ്ങിൽ വരുന്നവർ, ഈ ബന്ധുക്കളുണ്ട്. ഈ ബന്ധുക്കളൊക്കെ അകലെ നിന്ന് വരുന്നവരുണ്ട്, പലയിടത്തും ചിതറി താമസിക്കുന്നവരാണ്, പല ദേശത്ത് താമസിക്കുന്നവരാണ്. അതുപോലെ തന്നെ സ്നേഹിതര്, ബന്ധുക്കൾ, ഈ സദ്യയ്ക്ക് വിളമ്പുന്ന ആൾക്കാർ, ആ സദ്യയുടെ കാര്യങ്ങൾ നോക്കുന്ന ആൾക്കാർ. അപ്പം ഇങ്ങനെ ആയിരങ്ങൾ ഒന്നിച്ചു കൂടുന്ന ഒരു ചടങ്ങാണ് ഒരു വിവാഹ ചടങ്ങ് എന്ന് പറയുമ്പോൾ. അപ്പം ഈ ആയിരങ്ങൾ ഈ കൂടുമ്പോൾ 1000 വ്യത്യസ്ത സ്വഭാവങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് അവിടെ. അപ്പോൾ ഇവരെ ഒന്നിച്ച് ഒരു 1-2 മണിക്കൂർ നിർത്തുക എന്നുള്ളത് ഭയങ്കര പ്രയാസകരമായ ഒരു കാര്യമാണ്. അവിടെ പ്രത്യേകിച്ച് സദ്യ വിളമ്പിക്കൊണ്ടിരിക്കുമ്പോൾ അറിയാതെ ആരുടെയും കൈതട്ടി ഒരു ഗ്ലാസ് വെള്ളം ആരുടെയും ഇലയിൽ വീണാൽ മതി, അത് മൊത്തം കുളമാക്കാൻ. അതുപോലെ തന്നെ ആഹാരം ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുകയായിരിക്കും, അപ്പോഴായിരിക്കും കറി അറിയാതെ ആരുടെയും ദേഹത്ത് വീണു, അത് മതി പ്രശ്നത്തിന്. അതുപോലെ ഈ ഏതെങ്കിലും സാധനം തീർന്നു പോയാൽ, എന്തിന് നമ്മുടെ ഈ ഇലയിൽ സാധനം ക്രമം തെറ്റിയൊന്ന് വിളമ്പിക്കഴിഞ്ഞാൽ അത് മതി പ്രശ്നത്തിന്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തൊക്കെ എന്ന് പറയുന്നത് പഴയ കാലത്തെ പോലെ എല്ലാവരും കേട്ടോണ്ടൊന്നും നിൽക്കുകയില്ല. കാരണം പ്രത്യേകിച്ച് ഈവൻറ്റ് മാനേജ്മെൻറ്റും അല്ലെങ്കിൽ സത്യപരിപാടിക്കാരോട് വിളമ്പാൻ വരുന്ന ആൾക്കാർ മിക്കവാറും ചെറുപ്പക്കാരായിരിക്കും. അവർ പഴയതുപോലെ എന്തെങ്കിലും പറഞ്ഞാൽ കേട്ട് നിൽക്കണമെന്നില്ല. അവർ അതിന് മറുപടി പറയും, അത് തമ്മിൽ പ്രശ്നമാകും, പ്രസ്റ്റേജിൻ്റെ പ്രശ്നമാകും, അടിയായി പിടിയായി ബഹളമാകും. അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ ആൾക്കാരുടെ എന്തെങ്കിലും തെറ്റായ ഒരു സമീപനം മതി, ഒരു വാക്ക് മതി അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ. ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ ജീവിതകാലം മൊത്തം ഒരു കറുത്ത മാർക്കായിട്ട് അവിടെ കിടക്കും, കറുത്ത പാടായിട്ട് കിടക്കും. കണ്ടോ, അവൻ്റെ കല്യാണത്തിന് അവിടെ അടിയായിരുന്നു, ബഹളമായിരുന്നു, ഒരു സാധനവും തികഞ്ഞില്ല, അവിടെ ഇറച്ചി വിളമ്പി അത് കേടായിപ്പോയി, വളിച്ചുപോയി എന്നെല്ലാം പറഞ്ഞ് ജീവിതകാലം മൊത്തം ഇങ്ങനെ ഒരു കറുത്ത പാടോടെ കിടക്കും. ഇങ്ങനെയുള്ളൊരു സംഭവം, ഇങ്ങനെ സംഭവിക്കാവുന്ന ഒരു സംഭവമാണ് ഈ കാനാവിലെ കല്യാണ വിരുന്ന് നടക്കുന്നത്. അവിടെ യഹൂദന്മാരുടെ പ്രധാന വിഭവമാണ്, സദ്യക്കുള്ളൊരു കാര്യമാണ് ഈ വീഞ്ഞെന്ന് പറയുന്നത്. ആ വീഞ്ഞ് തീർന്നു പോവുകയാണ്. വീഞ്ഞ് തീർന്നു പോകുമ്പോൾ വീട്ടുകാരുടെ വിഷമം കൊണ്ട്, പക്ഷെ ആ വിരുന്നുകാരും വന്നവരാരും അറിയാതെ തന്നെ മാതാവ്
ആ മാതാവിൻ്റെ പ്രശ്നമായി തന്നെ ഏറ്റെടുക്കുകയാണ്. ആ മറ്റുള്ളവരുടെ അവരൻ്റെ വിഷമം അതിൽ ആ ആ മനസ്സാണ് മാതാവിന്. ആ അലിവുള്ള ആ ഹൃദയമുള്ള മാതാവ് ഇതാ അവരുടെ വീട് ആ കാര്യത്തിൽ ഇടപെട്ട് കർത്താവിനോട് പറയുകയാണ് അവരുടെ വീഞ്ഞ് തീർന്നു പോയി എന്ന് പറയുകയാണ്. എന്നിട്ട് ആ ശുശ്രൂഷക്കാരോട് പറയുകയാണ് അവൻ പറയുന്ന പോലെ ചെയ്യാൻ പറയുകയാണ്. അങ്ങനെ അവൻ പറയുന്ന പോലെ ചെയ്തപ്പോൾ യേശുമ്പുരാൻ പറഞ്ഞതുപോലെ ആ വീട്ടുകാരനുസരിച്ചപ്പോൾ അവിടെ ഇതാ അവരുടെ കുറവുകൾ നിറവുകളായി എല്ലാവരും തൃപ്തരായി പോയി എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ ഏതെങ്കിലും ചടങ്ങിൽ അല്ലെങ്കിൽ വിവാഹ ചടങ്ങായിരിക്കാം, സന്തോഷകരമായ ഏതവസ്ഥയുമായിരിക്കും, അവിടെ നമുക്ക് ഈ ആദ്യം ക്ഷണിക്കാനുള്ളത് ഈ മാതാവിനെയും അല്ലെങ്കിൽ ഈ യേശുമ്പുരാനെയും ഒക്കെയാണ്. അവരുടെ സാന്നിധ്യമാണ് നമുക്ക് വേണ്ടത്. അതായത് ദൈവാശ്രയ ബോധത്തോടുകൂടി ദൈവത്തോട് ആലോചന കഴിച്ചുകൊണ്ട് ദൈവത്തെ നമ്മുടെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് വേണം എല്ലാ ചടങ്ങുകളും തുടങ്ങുവാൻ. ഇവിടെ ഇതാ മാതാവ് എന്ന് പറയുന്നത് ആ മാതാവിൻ്റെ ആ ഇടപെടലാണ് അവിടെ വീഞ്ഞിൻ്റെ ആ കുറവ് അവിടെ പരിഹരിക്കുന്നു. നമ്മൾ പലപ്പോഴും മാതാവിനെ തള്ളിപ്പറയുന്ന ഏതെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ അവർ സത്യത്തിൽ ആ ആ വെളിപാട് പുസ്തകത്തിൽ പറയുന്ന ആ ചെകുത്താൻ്റെ ആ സർപ്പത്തിൻ്റെ അതേ സ്വഭാവക്കാരാണ്. കാരണം ഒരു മഹാൻ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, എൻ്റെ മാതാപിതാക്കളും ദൈവവും കൂടെ എൻ്റെ മുമ്പിൽ വന്ന് നിന്നാൽ ഞാൻ ആദ്യം വണങ്ങുന്ന എൻ്റെ മാതാപിതാക്കളെ ആയിരിക്കും. കാരണം ആ മാതാപിതാക്കളിലൂടെയാണ് ഞാൻ ദൈവത്തെ കണ്ടതെന്നാണ് ആ മഹാൻ പറഞ്ഞത്. അതുപോലെയാണെങ്കിൽ ഈ ലോകത്തിലേക്ക് നമുക്ക് കാണിച്ചു തരുന്നത്, ഈ ലോകത്തിലേക്ക് കർത്താവ് വരുന്നത് മാതാവിലൂടെയാണ്. ആ വാഹിനിയായതാണ് മാതാവിൻ്റെ ഉദരത്തിലൂടെയാണ് യേശുമ്പുരാൻ. ആ മാതാവാണ് നമ്മളെ യേശുമ്പുരാനെ കാണിച്ചു തരുന്നത്. ആ രക്ഷനെ കാണിച്ചു തരുന്നത് മാതാവിനെയാണ്. ആ മാതാവിനെ മറക്കുക എന്ന് പറയുമ്പം യേശുമ്പുരാനെ മറക്കാൻ തുല്യമാണ്. അതുകൊണ്ട് നമുക്ക് ആ മാതാവ് ഒരിക്കലും പറയുന്നില്ല ഞാൻ പറയുന്ന പോലെ കേൾക്കാൻ പറയുന്നില്ല. മാതാവ് പറയുന്നത് അവൻ പറയുന്ന പോലെ കേൾക്കാനാണ് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ മാതാവിൻ്റെ മധ്യസ്ഥ ഉണ്ടെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ കുറവുകൾ നിറവുകളാവും എന്നുള്ളത്. അത് കർത്താവിനോട് പറയും. നമ്മുടെ കുറവുകൾ നമ്മളറിയാതെ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ മാതാവിനെ നമ്മൾ ധ്യാനിച്ച് നമ്മുടെ മനസ്സിൽ കൊണ്ട് നടക്കുമ്പോൾ ആ മാതാവിൻ്റെ മധ്യസ്ഥ നമുക്ക് കോട്ടയാകുമ്പോൾ ഇതാ നമ്മുടെ കുറവുകൾ പരിഹരിക്കപ്പെടും. ആ കനാവിലെ കല്യാണ വിരുന്നിൽ ഇതാ അവിടെ കുറവുകൾ പരിഹരിക്കപ്പെടുന്നത് മാതാവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നുള്ളതാണ്. ആ മാതാവിൻ്റെ സാന്നിധ്യം, ആ മാതാവിൻ്റെ മധ്യസ്ഥത നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കോട്ടയായിരിക്കട്ടെ. നമ്മുടെ കുറവുകളെ നിറവുകളാക്കാൻ തക്കവണ്ണം ആ മാതാവിൻ്റെ മധ്യസ്ഥത എന്നും നമുക്ക് കോട്ടയായിരിക്കട്ടെ. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.